ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായത്രി കല്ലുവിള. അപ്പം ഞാൻ ലാസ്റ്റ് ടൈമിൽ എൻ്റെ സർജറി വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇട്ടപ്പോൾ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേരൊന്നും ചോദിക്കത്തില്ലായിരിക്കും, ലൈക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്ന് ഒരുപാട് പേര് ചോദിക്കത്തില്ലായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. ബട്ട് ഐ ആം റിയലി സർപ്രൈസ് ബിക്കോസ് ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ അടുത്ത്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു, എന്നോട് പണ്ട് 10th വരെയൊക്കെ പഠിച്ചവരെനിക്ക് തിരക്കി പിടിച്ച് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടതാണ്. എനിക്ക് അതുപോലെ എൻ്റെ 10th പഠിച്ച് ഷാഹിന എന്ന് പറഞ്ഞൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ എനിക്ക് ഇന്നലെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് കരഞ്ഞു. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ബിക്കോസ് ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു കുറച്ച് പേരൊക്കെ കാണും, അത്രയൊരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പക്ഷെ ഇത്രയും പേര് എന്നെ തിരക്കുമെന്നോ ഓക്കെ ആണോ എന്ന് ചോദിക്കുമെന്നോ ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ. സോ ഹിയർ ഐ ആം ഷെയറിങ് പാർട്ട് 2 ഓഫ് ദ സർജറി വീഡിയോ. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. സോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറുണ്ട്. അപ്പോൾ ആ ഡോക്ടർ ഞാൻ എല്ലാ വട്ടവും SIT പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഡോക്ടർ എന്നെ വിളിക്കുമായിരുന്നു, എന്തായി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഈ അനസ്തേഷ്യ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് ഈ ആൻറ്റിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ ഒരു വിഷമത്തിൽ തിരിച്ചു വരുമ്പോഴാണ് ഡോക്ടർ എന്നെ വീണ്ടും വിളിച്ചിട്ട് ഇതുപോലെ എന്തായെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു, ലാപ്രോസ്കോപ്പി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ ചേട്ടനെയും ചേച്ചീനെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതുപോലെ ഇങ്ങനൊരു വയറ്റിൽ ഇങ്ങനൊരു പാടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നാളെ അതെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ലാപ്രോസ്കോപ്പിയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കമ്പാരിറ്റീവ്ലി ഈ ഓൾഡ് ട്രഡീഷണൽ വേ ഓഫ് സർജറിയെക്കാട്ടിലും സ്റ്റിച്ചസ് വളരെ കുറവായിരിക്കും. അപ്പം അതുള്ള ഹോസ്പിറ്റലിൽ 2-3 പറഞ്ഞു തരാം. അപ്പം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പോവാൻ പറ്റുമോ എന്നൊക്കെ ഡോക്ടർ ചോദിച്ചു. സോ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് 2 ഹോസ്പിറ്റലാണ്. ലൈഫ് ലൈൻ അടൂരും, രണ്ടാമത്തേത് വന്നിട്ട് KJK നാലാഞ്ചിറയിലുള്ള, ട്രിവാൻഡ്രത്തുള്ള നാലാഞ്ചിറയ്ക്ക് അടുത്തുള്ള KJK ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ KJK എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കേൾക്കുന്നത്. ലൈഫ് ലൈൻ ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം ബിക്കോസ് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അടൂർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ലൈഫ് ലൈൻ അടുത്തൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ലൈഫ് ലൈൻ അറിയാം. വീട്ടിൽ ഇങ്ങനെ ഒരു ടോക്കായി, ലൈക്ക് നമുക്ക് എന്നാ KJK വരെ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് പോയാലോ എന്നൊക്കെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചു. ജസ്റ്റ് എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ അറിയാം, ഒരു പ്രൈവറ്റ് വേറൊരു കൺസൾട്ടേഷനും കൂടെ എടുക്കുന്നത് നല്ലതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, KJK പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പം നമ്മൾ വന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാനും ചേച്ചിയും അച്ഛനും കൂടാണ് പോകുന്നത്. അപ്പം എല്ലാവരും കൂടെ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ നടക്കുന്നത് 2020 ഏപ്രിൽ ജൂൺ ആ ഒരു സമയത്താണ്. അപ്പം ഓർമ്മയുള്ളവർക്ക് മനസ്സിലാവും, കോവിഡ് സ്റ്റാർട്ട് ചെയ്ത് ലോക്ക്ഡൗൺ ആയി ഒരു പീക്ക് പീരീഡിൽ ഒരുപാട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം ഹോസ്പിറ്റലിൽ പോവാതിരിക്കാനേ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ നല്ല ടെൻഷൻ ഉണ്ട്, കാരണം പുറത്തിറങ്ങാൻ നല്ല ടെൻഷൻ ഉണ്ട്. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൗസ്, 2 കൈയിലും ഗ്ലൗസ് ഇട്ട് 2 മാസ്ക് ഇട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം ആകെ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, കൊറോണ ആയിട്ട് വെളിയിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട്, അങ്ങനെ ഇത് ഇങ്ങനെ വയ്യാണ്ടായതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ ഇല്ല, മെൻ്റലി ഞാൻ ഒട്ടും ഓക്കെ ഇല്ല. ഞാൻ ഒരുപാട് എൻ്റെ വെയിറ്റ് കുറഞ്ഞ് ഞാൻ അണ്ടർ വെയിറ്റ് ആയിരുന്നു, ഏകദേശം 42 കിലോ ആയിരുന്നു. അപ്പം അത് എൻ്റെ ഹൈറ്റ് സംബന്ധിച്ചത് ഭയങ്കര വെയിറ്റ് ലോയാണ് ആ ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പിറ്റേ ദിവസം KJKയിൽ പോകാനായിട്ട് തീരുമാനിക്കുന്നത്. പിറ്റേന്ന് ഞാനും അച്ഛനും ചേച്ചിയും കൂടെ ഇതുപോലെ KJKയിൽ പോകുന്നു. അപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ KJKയിൽ ചെല്ലുന്നത്. അപ്പോൾ KJKയിൽ ചെല്ലുന്ന ടൈമിൽ KJK പറ്റി കേട്ടിട്ടോ KJK പറ്റി അറിയത്തതോ ഒന്നുമില്ല. നോർമൽ ഹോസ്പിറ്റൽ, സ്പെഷ്യലൈസിങ് ഇൻ ഗൈനക് ഏരിയയിലാണ് അവർ കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു റിസർച്ച് സെൻറ്ററും കൂടെ ആണ് കേട്ടോ. ഡോക്ടറിൻ്റെ പേരാണ് അശ്വിൻ ജയകൃഷ്ണൻ എന്നാണ് ഡോക്ടറിന്റെ പേര്. അപ്പം ഡോക്ടറാണ് അവിടുത്തെ ഡോക്ടർ. അവിടുത്തെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ മോനാണ് അശ്വിൻ ജയകൃഷ്ണൻ. അപ്പം ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു. അങ്ങനെ ഞാനും ചേച്ചിയും വെയിറ്റ് ഒക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പം ആദ്യം അതുപോലെ തന്നെ കോവിഡ് ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒബിയസ്ലി ഉണ്ടായിരുന്നു.
നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ലൈക്ക് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പം ലൈക്ക് ദർ ഇസ് എ ഫീലിംഗ്, എന്താ പറയുന്നത്, ഓക്കെ ഇതൊരു സേഫസ്റ്റ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇതൊരു നല്ല പ്ലേസ് ആണ് എന്നൊരു ഇന്നർ ഫീലിംഗ് തോന്നില്ലേ? അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സ്ഥലമായിരുന്നു എനിക്ക് KJK. ബിക്കോസ് അവിടെ ചെന്നപ്പം എല്ലാവരും ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നവര്, അതുപോലെ ഗർഭിണികളായിട്ടുള്ള ചേച്ചിമാര്. അപ്പം പക്ഷെ നമ്മൾ നോർമൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഒരു സീൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഐ എം ലൈക്ക് എനിക്ക് ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു കഷ്ടപ്പാട് ഫീൽ ചെയ്യും. പക്ഷെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും വെരി വെരി സപ്പോർട്ടീവാണ്. നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നത്, കൈവെള്ളയിൽ കൊണ്ട് നടക്കാന്നറിയില്ല, അതുപോലാണ്. കയറി ചെല്ലുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു വെൽക്കം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര കെയറോട് കൂടിയാണ് എല്ലാ പേഷ്യൻസിനെയും നോക്കുന്നത്. ആക്ച്വലി ഞാൻ പറഞ്ഞോട്ടെ, ദിസ് ഇസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ. അപ്പൊ ഇനിയിപ്പോൾ ഞാനിത് പറയുന്നത് കൊണ്ട് ആർക്കെങ്കിലും തോന്നരുതല്ലോ ദിസ് ഇസ് എ പ്രൊമോഷൻ എന്നൊന്നും ആർക്കും തോന്നരുത്. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു, അശ്വിൻ ഡോക്ടറുമായിട്ട് ഇത് ചെയ്യുന്നു, അപ്പോയിൻമെന്റ് എടുക്കുന്നു. അപ്പൊ അപ്പോയിൻമെന്റ് എടുക്കുമ്പോഴത്തേക്ക് ഡോക്ടറിനെ കയറി കാണുന്നു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെയാണ് കയറി കാണുന്നത്. അപ്പം കൊറോണ കൂടുതലായതുകൊണ്ട് പേഷ്യന്റിനും കൂടെ ഒരാൾക്കും കൂടെ ഡോക്ടറിനെ കയറി കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഡോക്ടറിനെ കയറി കണ്ടപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടി പ്രായമുള്ളൊരു ഡോക്ടർ ആയിരിക്കും എന്നാണ്. അപ്പൊ ഡോക്ടർ ഒരു കൊച്ചൊരു പയ്യനാണ് ഞാൻ കാണുന്ന സമയത്ത് ഡോക്ടർ. അപ്പൊ ഞാൻ ഇതാണ് ഡോക്ടർ. അപ്പൊ നമുക്ക് പൊതുവേ ഒരു ലൈക്ക് ഒരു എന്താ പറയുന്ന ഒരു മിത്തുണ്ടല്ലോ, പ്രായം കൂടുന്തോറും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ഇത് കാണാം. അപ്പൊ എനിക്കിങ്ങനെ ഒരു രണ്ട് മനസ്സെന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് ഈശ്വര ഡോക്ടർ പഠിച്ചിറങ്ങിയതേ ഉള്ളെന്ന് തോന്നല്ലോ, ഡോക്ടറിന് വല്ലതും അറിയായിരിക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്ക്. അപ്പൊ ഡോക്ടർ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഡോക്ടറിനെ കാണുമ്പോൾ നമുക്കൊന്നുമില്ല എന്നൊരു ഫീലിംഗ് ആണ് ഡോക്ടറിനെ കാണുമ്പോൾ. അപ്പം ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ ഓക്കെ കയറി കിടക്കുന്നൊക്കെ പറഞ്ഞ് വയറെല്ലാം ചെക്കൊക്കെ ചെയ്തിട്ട് ഡോക്ടർ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സ്കാനിങ് റിപ്പോർട്ട്സ് ഒക്കെ ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ എല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഓക്കെ ഇത് കുറച്ച് വലുതാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെയാണല്ലോ, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സ്കാനിങ് റിപ്പോർട്ട്സ് അവരെടുക്കാറില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു സ്കാനിങ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ താഴെ അവിടെ തന്നെ സ്കാനിങ്ങും എല്ലാം ഉണ്ട്. അപ്പൊ അവിടെ തന്നെ ചെന്നിട്ട് സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, സ്കാൻ ചെയ്യാനായിട്ട് കയറി കിടന്നു, വയറൊക്കെ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി കയറി കിടക്കുകയാണ് ഞാൻ. അപ്പൊ അതുവരെ എന്താ പറയുന്നത്, SIT പോലുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ അടുത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു എന്തായിരുന്നു, എനിക്ക് യൂട്രസിൽ അല്ലെങ്കിൽ എനിക്ക് ഒവേറിയൻ സിസ്റ്റ് ആണ് എന്നൊരു കൺക്ലൂഷനിലാണ് ഞാൻ അവിടുന്ന് ഇവിടെ വരുന്നത്. അപ്പം ഇവിടുന്ന് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ദിസ് ഇസ് നോട്ട് ഒവേറിയൻ സിസ്റ്റ്, ഇതൊരു ഒവേറിയൻ സിസ്റ്റ് അല്ല, ഇത് ട്യൂബിന്റെ ലൈനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാരാ ട്യൂബൽ സിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പാരാ ഒവേറിയൻ സിസ്റ്റ് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. പാരാ ട്യൂബൽ സിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈശ്വര വാസ് ലൈക്ക് ഇത് അതുമല്ല, ഇത് എന്താണ് സാധനം, നമ്മൾക്ക് ഈ മെഡിക്കൽ ടേംസ് ഒന്നും വലുതായിട്ട് അറിയില്ലല്ലോ. സോ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താണ് സംഭവം? അപ്പൊ ഡോക്ടർ എനിക്കിങ്ങനെ കൊച്ചു കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നതിന്റെ കൂടെ എനിക്ക് യൂട്രസ് ഒക്കെ വരച്ച് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ ഇതാണ് ട്യൂബ്, ഈ ട്യൂബിന്റെയും ഇതിന്റെയും ലൈനിങ്ങിന്റെ ഇടയിൽ നിന്ന് വളർന്നു വന്നേക്കുന്ന സിസ്റ്റ് ആണിത്, അത് വലുതാവും തോറും നമ്മുടെ യൂറിനറി ബ്ലാഡർ കുറച്ച് ഇതാവും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു. സോ ദാറ്റ് ഈസ് വൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻസ് വന്നത്, അതുപോലെ പീരീഡ്സ് ആകുമ്പോൾ വേദന വന്നത്. അപ്പം സിംറ്റംസ് സിംറ്റംസ് പലരിലും പലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പം ഡോക്ടറിനെ കാണുമ്പോൾ തന്നെ എന്താ നമ്മൾ ഞാൻ പറയുന്നത് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. അപ്പം ആ ഒരു മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ഞാൻ കയറി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു പോസിറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ അത്രയും ഒരു പോസിറ്റിവിറ്റി പേഷ്യൻസിന് കൊടുക്കുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യും. കാരണം എനിക്കിത് ഫീൽ ചെയ്തു. കാരണം ഈവൻ കൊറോണ അത്രയും പീക്കായിരുന്ന ടൈമിൽ പോലും അവിടെ കയറി ചെല്ലുമ്പം അതിന്റെ ഒരു എന്താ പറയുന്നേ, കൊറോണ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം വെരി ക്ലീൻ, എല്ലാവരും മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അങ്ങനെ
മൊത്തത്തിൽ ഒരു 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 പോസിറ്റിവിറ്റിയാണ് ആ ഹോസ്പിറ്റലിൽ നിറച്ചു. അങ്ങനെ ഡോക്ടർ അവിടുന്ന് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിലോട്ട് വീണ്ടും വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ചേച്ചി ചോദിച്ചു ഡോക്ടർ അതെന്താ, കാരണം കൊറോണ കൂടിക്കിടക്കുകയാണ്, ഇത് ജസ്റ്റ് ഒന്ന് ഒന്നും ഇതായിട്ട് പോരെ. അത് മാത്രമല്ല എനിക്ക് ലാസ്റ്റ് സെമ്മിന്റെ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്ന സമയമായിരുന്നു. അപ്പം കൊറോണ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്നത്തേക്കാണ് എക്സാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ജൂൺ സമയമൊക്കെയാ, ജൂലൈയോ അത് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, ജൂൺ ലാസ്റ്റ് എങ്ങാണ്ട് ആകുമ്പോൾ തീരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഗായത്രീന്റെ സിസ്റ്റർ ഏകദേശം ഇത്രയും വലുതാണ്. സോ അത് വയറ്റിൽ തന്നെ കിടന്ന് റപ്ചർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം റപ്ചർ ആവുമ്പോഴത്തേക്ക് നമുക്ക് ട്യൂബ് ഉൾപ്പെടെ റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം പിന്നീട് അത് ഭാവിയിൽ അപ്പം കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവും. കാരണം ട്യൂബ് ഇല്ലാതെ അറിയായിരിക്കുമല്ലോ, നമുക്ക് ഫാലോപ്പിൻ ട്യൂബ് കംപ്ലീറ്റ് റിമൂവ് ചെയ്താൽ നമുക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് റപ്ചർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം റപ്ചർ ആകുമ്പോൾ നമുക്ക് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പം ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് നാളെ അത് ഉണ്ടാവാതിരിക്കാനുള്ള നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം കണ്ട് ഡയഗ്നോസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത് ഇത്രയും ലേറ്റ് ആയിട്ടാണ്. അപ്പം എത്രയും പെട്ടെന്ന് സർജറി ചെയ്യാമോ അത്രയും നല്ലതായിരിക്കും എന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്താ പറയുന്ന മൊത്തത്തില് ഒരു പുകമറയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ ഇതുപോലെ SIT-യിലായിരുന്നു കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇതുപോലെ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ എങ്ങനെയാ നമുക്കിത് ലാപ്രോസ്കോപ്പി വരെ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ അതിനിപ്പോ എന്താ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ചേച്ചി ചോദിച്ചു അപ്പൊ ഇത്രയും വലിയ സൈസ് ആകുമ്പോ എങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഭയങ്കര നമ്മളെന്താ പറഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് പറഞ്ഞു തരുന്ന റൂട്ട് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമ്മൾ അതിനകത്തുള്ള ഫ്ലൂയിഡ് നമ്മൾ വലിച്ച് ഒരു ബലൂണിനകത്ത് നമ്മൾ സാധനം വലിച്ചെടുക്കുന്നതിന്റെ കൂട്ട് വെള്ളം വെളിയിൽ കളഞ്ഞിട്ട് എടുത്തിട്ട് പിന്നെ ആ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചുരുട്ടി നമ്മൾ ഈ ലാപ്രോസ്കോപ്പി ചെയ്യാൻ എടുത്ത ഹോൾ വഴി തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് നമ്മൾ ടെസ്റ്റിന് വേണ്ടി അയക്കുന്നത്. അപ്പം ഇത് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ, പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറിനെ കാണുമ്പം നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു എന്താ പറയുന്ന ഒരു വിശ്വാസമുണ്ട്. ഓക്കെ ഡോക്ടർ എനിക്കൊന്നും വരുത്തില്ല, ഡോക്ടറിനെ എനിക്ക് വിശ്വാസമാണ്, എനിക്ക് കണ്ണും കൂട്ടി ഡോക്ടറിനെ വിശ്വസിക്കാം എന്നൊരു ഫീലിംഗ് നമുക്ക് വരത്തില്ലേ. അപ്പം എനിക്ക് അങ്ങനൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്നും അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നും അവിടുത്തെ അശ്വിൻ ഡോക്ടറിന്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടി. അപ്പം ഐ വാസ് എന്താ പറയുന്നത്, എനിക്ക് അതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം എനിക്ക് ആ ഒരു സമയത്ത് കിട്ടി. അപ്പൊ ഞാൻ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്കിവിടെ ചെയ്താലോ, എനിക്കിവിടെ എന്തോ ഒരു സേഫ് ആയിട്ട് തോന്നുന്നു എന്ന് ഞാൻ എനിക്കിവിടെ ഒരു സേഫ് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടനും പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം എവിടാണോ, നിനക്ക് എവിടാണോ സേഫ് ആയിട്ട് തോന്നുന്നത് അവിടെ നമുക്ക് ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. അപ്പൊ അച്ഛനും പറഞ്ഞു ഓക്കെ നിനക്ക് എവിടാണോ അങ്ങനെ തന്നെ ചെയ്യാം. പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ടൊരു ഇതായിട്ടിരുന്നെന്ന് പറഞ്ഞാൽ ഈ ലാപ്രോട്ടോമി ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വലിയ സ്റ്റിച്ചായിരിക്കും വയറ്റില്, പക്ഷെ ലാപ്രോസ്കോപ്പിക്ക് അത്രയും വലിയ സ്റ്റിച്ച് കാണില്ല. അപ്പൊ അതായിരുന്നു മെയിൻ കൺസേൺ. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നും കൂടെ അറിഞ്ഞപ്പോഴത്തേക്ക് അവർക്കും ഒരു വിഷമമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. അപ്പൊ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കി അശ്വിൻ ജയകൃഷ്ണൻ. ആക്ച്വലി അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാത്രമേ ഡോക്ടറിനെ അറിയാതിരുന്നുള്ളൂ. ലൈക്ക് ഡോക്ടറിന്റെ ഫാദറായിട്ടുള്ള ജയകൃഷ്ണൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ലാപ്രോസ്കോപ്പിക് സർജൻ ആണ്. അപ്പം അമേരിക്കയിലും അങ്ങനെയുള്ള ഓരോ സ്ഥലത്തൊക്കെ പോയി ഇത് പഠിച്ച് അത്രയും എല്ലാവരും അറിയുന്നൊരു ഡോക്ടറാണ്. അതുപോലെ തന്നെ അശ്വിൻ ഡോക്ടറും ഇത് ഈ ഒരു മേഖലയിൽ അവർ ഭയങ്കര ഒരു അറിയപ്പെടുന്ന ആൾക്കാരാണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ അപ്പം അച്ഛനും ചേച്ചിയൊക്കെ പറഞ്ഞു ഇവർ ഇത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനൊക്കെ ഭയങ്കര അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അതെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആക്ച്വലി. ഇപ്പം കുറച്ചും കൂടെ ഒരു ഓക്കെ ഡോക്ടർ കൊള്ളാം എന്നൊരു ഇത് എനിക്ക് തോന്നി. അപ്പം അടുത്ത കൺസൾട്ടേഷന് വേണ്ടി വരാനായിട്ട് പറഞ്ഞു. ചെന്ന സമയത്ത് ടെസ്റ്റിനെല്ലാം എഴുതി തന്നു. അപ്പൊ ടെസ്റ്റ് എഴുതുന്നതിന് മുമ്പ് ഡോക്ടർ പറഞ്ഞു
MRI സ്കാന് വേണം. അപ്പൊ കറക്റ്റ് നമുക്ക് പൊസിഷനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് എവിടെയാണ്, എങ്ങനെയാണ്, അപ്പൊ കറക്റ്റ് ആയിട്ട് വേറെ എന്തിനെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു 24 സ്ലൈഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല, ഓർമ്മയില്ല. അപ്പം MRI വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ എനിക്ക് ഈ MRI എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നമ്മൾ സ്കാൻ ചെയ്യുന്നു, അൾട്രാസൗണ്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും ഈ MRI എന്നുള്ളൊരു ഐഡിയയോട് കൂടിയാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇത് എടുക്കണം, എടുത്തിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം പ്രൈവറ്റും ഗവൺമെന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടു, കാരണം എല്ലാം പെട്ടെന്നായിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ കൊട്ടാരക്കരയിൽ ഒരു മെട്രോ സ്കാനിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്കാനിങ് സെന്റർ ഉണ്ട്. അപ്പൊ അവിടാണ് നമ്മൾ പോകുന്നത്. പോയിട്ട് ഇതുപോലെ മെട്രോ പോയിട്ട് നമ്മൾ ഇത് MRI സ്കാൻ വേണം, ഇതുപോലെ ഇന്നതൊക്കെയാണ്, ലോവർ അബ്ഡോമനും വേണം, ഹയർ അബ്ഡോമനും വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ലോവറും ഹയറും എടുക്കുമ്പം നമുക്കിങ്ങനെ കുറച്ച് മരുന്നുകളൊക്കെ കുത്തിയിട്ടിട്ട് വേണം, കോൺട്രാസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു അതിന് പറയുന്നത്. അപ്പം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ആണ്, എനിക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അപ്പം മരുന്നൊക്കെ കുത്തിയിട്ടിട്ട് വേണം നമുക്ക് ഇങ്ങനെ MRI എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് അത് അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് റേഡിയോളജിസ്റ്റ് പറഞ്ഞു ഓക്കെ, ഒന്നും ദേഹത്തൊന്നും ഇടാൻ പാടില്ല, അവർ തരുന്ന ഒരു ഹോസ്പിറ്റൽ ഗൗൺ മാത്രമാണ് നമ്മൾ MRIയിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ അത് മാത്രമേ നമുക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഊരി, നമുക്ക് അതിന് സെപ്പറേറ്റ് റൂമൊക്കെ ഉണ്ട്, അങ്ങനെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഹോസ്പിറ്റൽ ഗൗൺ ഒക്കെ ആയി. അപ്പൊ ഇതിനകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് ഇതൊരു ഒറ്റപ്പെട്ട ഒരു മുറിയാണ് കേട്ടോ. ഈ മുറിക്കകത്ത് ഈ ഒറ്റപ്പെട്ടൊരു മുറിയാണ്. അപ്പൊ ഈ മുറിക്കകത്ത് ഈ MRIയുടെ ഈ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഞാൻ എൻ്റെ അടുത്ത് അതിനകത്ത് കയറി കിടക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് ആകെ മൊത്തത്തിലൊരു പേടി എന്ന് പറഞ്ഞാല്, എന്റെ ദൈവമേ, ഞാൻ നോക്കിയപ്പം ഒരിങ്ങനെ കുഴല് പോലുള്ളൊരു സാധനം അതിനകത്തോട്ടാണ് നമ്മുടെ ഈ കയറ്റി വിടുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് കയറും, ഓക്കെ, ഇമേജസ് എടുക്കും, തിരിച്ചു വരും. എനിക്ക് ഒന്നാമതേ എനിക്ക് ഈ ക്ലോസ്ട്രോഫോബിയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ആകെ മൊത്തത്തിൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് കാല് തൊട്ട് തല വരെ വിറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഐ ലിറ്ററലി ഷിവറിങ്. അപ്പൊ ഞാനിങ്ങനെ വിറയ്ക്കുമോ നിന്ന് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ ടെൻഷൻ ആവുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അപ്പൊ ഇങ്ങനെ കുത്തിയുടെ അടുത്ത് കയറി കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ റേഡിയോളജിസ്റ്റിന്റെ കൈ കയറി പിടിച്ചു പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും പറ്റുമോ ഇതിനകത്ത് കയറി, ഞാൻ മരിച്ചു പോകുമെന്നൊക്കെ ഞാൻ ചോദിച്ചു. പറഞ്ഞു അങ്ങനെ മരിച്ചു പോയാൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നിൽക്കുവോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിനകത്ത് നിന്ന് ഒരുപാട് സൗണ്ടുകൾ കേൾക്കും, ആ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്സെറ്റും പാട്ടും തരാം എന്ന് പറഞ്ഞ് എനിക്ക് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു ഇതിനകത്തൊരു ബോളുണ്ട്, ഈ ബോളിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാനുണ്ടോ, എനിക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം അപ്പം ഇല്ല, എനിക്കങ്ങ് വെപ്രാളം കയറി, വെപ്രാളം. അങ്ങനെ അപ്പോഴാണ് ഞാൻ ആ ഒരു നഗ്നസത്യം മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്ക് ഈ MRI എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ആ റൂമിൽ, എന്നിട്ട് ഇത് അടച്ചിട്ട് ഈ റേഡിയോളജിസ്റ്റ് അപ്പുറത്തെ റൂമിൽ പോയിട്ട് അവിടെ നിന്നാണ് അവരിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ബോധമില്ലാത്ത ബോധക്കേടെല്ലാം വരും. ഞാൻ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഇങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടി, കാരണം അത്ര ടെൻഷൻ. അപ്പം എന്റെ പിടിയും വലിയൊക്കെ ആയിട്ട് റേഡിയോളജിസ്റ്റ് പറഞ്ഞു, മോള് പേടിക്കേണ്ട, ഒന്നും വരത്തില്ല, ഞാൻ തൊട്ടപ്പുറത്തുണ്ട്, എന്താണെങ്കിലും ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, ഞാൻ വരാം. എന്റെ പേര് എന്നിട്ട് ഡോക്ടറിനോട് പേടിയാവും. അങ്ങനെ ഡോക്ടർ അങ്ങ് അപ്പുറത്ത് പോയി. അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറിക്കിടന്നിട്ട് ചടക്ക് പടക്കെന്നും പറഞ്ഞ് സൗണ്ട് വെക്കുക. ഞാനാണെങ്കിൽ തന്നെ നിരങ്ങി ഈ കുഴലുള്ള ഈ MRIയുടെ ഈ സാധനത്തിനകത്തോട്ട് ഞാൻ പോവാം. ഞാൻ കണ്ണ് തുറന്നാൽ പോയി, കാരണം എനിക്ക് കണ്ണ് തുറക്കാനുള്ള ഒരു ആംബിയർ ഇല്ല എനിക്ക്. ഞാൻ കണ്ണടച്ച് എനിക്ക് കണ്ണ് തുറന്നാൽ ഞാൻ ബോധം കെട്ട് വീഴും. അങ്ങനെ ഞാൻ ഇതിനകത്തല്ല, ഞാൻ വേറെ എവിടോ ആണ്. എന്നിട്ട് ഞാനെങ്ങും പ്രാർത്ഥിക്കോ, ഭഗവാനെ 1 തൊട്ട് 50 വരെയൊക്കെ എണ്ണുന്നു, വീണ്ടും 1 തൊട്ട് 50 വരെ എണ്ണുന്നു, വീട്ടിലുള്ളവരെ പറ്റി ചിന്തിക്കുന്ന അങ്ങനെ മൊത്തത്തില്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോ പോയി. ഇതിപ്പോ ലോവർ മാത്രമേ ആയിട്ടുള്ളൂ, ഇനി അപ്പറും വേണം. ഞാൻ ഈശ്വര, ഇത് എന്ത് കഷ്ടം. അങ്ങനെ വീണ്ടും എങ്ങനെയൊക്കെയോ എടുത്ത് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ കണ്ടതും അച്ഛന് മനസ്സിലായി. ഞാൻ പേടിച്ച് ഊപ്പാടായിട്ടാണ് ഞാൻ ഈ വരുന്നത്. അച്ഛൻ എന്ത് പറ്റി, ഞാൻ പറഞ്ഞു അച്ഛനോട് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞു, ഇതാണ് MRI സ്കാൻ. എനിക്ക് പേടിച്ച് ഊപ്പാട് വന്നു. നീ അവിടുന്ന് വീട് വരെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്റെ ആത്മാവ് അവിടെ, എന്റെ ശരീരം മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം അത്രയ്ക്ക് ഞാൻ പേടിച്ചു കേട്ടോ. MRI എന്നൊരു പേര് കേട്ടാൽ തന്നെ എനിക്ക് കിടുകിട വരയ്ക്കും. കാരണം അതിനകത്ത് കയറി കിടക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഭയങ്കര സൗണ്ടും, നമുക്കൊരു വല്ലായ്മ തോന്നും നമുക്ക്. അത് ഓൾറെഡി എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഈ പറയാൻ വയ്യ, എനിക്ക് അത്ര ടെൻഷനാണ് ആ കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് വൈകിട്ട് 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല,
ഇച്ചിരി വലുതാണ്, അതേ ഉള്ളൂ പ്രശ്നം, ലാർജ് അത് വല്ല വേറെ ഒരു കുഴപ്പവും ഇല്ലെന്നൊക്കെ ഇവർ വിളിച്ചു പറഞ്ഞു. അപ്പം നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അനസ്തേഷ്യ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകണമല്ലോ. ബ്ലഡിൻ്റെ റിസൾട്ടും എല്ലാം എടുത്തു. അപ്പം ഇഷ്ടംപോലെ ടെസ്റ്റുകളൊക്കെ നമുക്ക് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലും അങ്ങനെ നമ്മൾ ഓൾറെഡി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ടെസ്റ്റ് എല്ലാം എടുത്തു. വീണ്ടും ഒന്നേനി ആൽഫ ബീറ്റ ഗാമ തുടങ്ങിയ എല്ലാ ടെസ്റ്റുകളും വീണ്ടും എടുക്കുന്നു. രാവിലെ എഴുന്നേറ്റ് കുത്തി 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 കയ്യിൽ നിന്ന് കുത്തുന്നു, ഇപ്പുറത്തുനിന്ന് കുത്തുന്നു, അവിടെ നിന്ന് കുത്തുന്നു, ഇവിടെ എനിക്ക് വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കുത്തി 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 കുത്താൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് തകടം മറിഞ്ഞു. അങ്ങനെ അനസ്തേഷ്യ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോയി. നമ്മൾ ഡേറ്റ് ഓൾറെഡി അറിയായിരിക്കുമല്ലോ സർജറിക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ വേണമെന്ന്, ഒരുപാട് ടെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതെല്ലാം എടുത്തിട്ട് ജൂലൈ 14 ഓപ്പറേഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ ജൂലൈ 13 രാവിലെ 10 മണിക്ക് ഞാൻ പോയി അഡ്മിറ്റ് ചെയ്തു. അപ്പം KJKയിലെ കാര്യം ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മളൊന്നിനും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എല്ലാം അവർ ചെയ്തോളും. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനാണെങ്കിലും അവർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് വിളിച്ച് പറയും. അപ്പം ആ ഡ്രസ്സ് മാത്രം നിങ്ങൾ എടുത്താൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഫുഡ് പോലും നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ ചെന്ന് അഡ്മിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒരു ബാൻഡൊക്കെ ഇട്ട് തരും. അങ്ങനെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം അവിടെ ആ ഒരു സമയത്തെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് എല്ലാ കാര്യം. അപ്പം നമ്മൾ ഫാസ്റ്റ് ചെയ്യണമല്ലോ. ഓപ്പറേഷൻ്റെ തലേ ദിവസം നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് ആയിരിക്കണം. ആ ദിവസം വലിയ കുഴപ്പമില്ലാതൊക്കെ പോയി. അങ്ങനെ രണ്ടാമത്തെ, അതായത് പിറ്റേന്ന് എൻ്റെ ഓപ്പറേഷനാണ്. 13 ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പം സിസ്റ്റർ വന്നിട്ട് 2 കുപ്പി തന്നു. എന്നിട്ട് പറഞ്ഞ് ഈ 2 കുപ്പിയിലെ സാധനം വേറൊരു സ്പ്രൈറ്റിൻ്റെ കുപ്പി എന്നിട്ട് പറഞ്ഞ് ഈ സ്പ്രൈറ്റ് പകുതി എടുത്ത് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ കുപ്പി ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ കൊള്ളാമല്ലോ പറഞ്ഞ ഇത് എനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുവരെ എൻ്റെ മനസ്സിലെ എനിമയെന്ന് പറഞ്ഞാൽ ഈ വിഷമൊക്കെ കഴിക്കുന്നവർക്ക് വയറ് ക്ലീൻ ആക്കാൻ വേണ്ടി ചെയ്യില്ല, അങ്ങനെ ഒരു ഐഡിയ ഉള്ള എനിക്ക് എനിമയെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് കുടിക്കാൻ എനിക്ക് ഇപ്പോഴും എനിക്ക് സ്പ്രൈറ്റ് കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. കാരണം എനിക്ക് ആ ഒരു ടേസ്റ്റ് ആലോചിക്കുമ്പോഴേ എനിക്ക് ഒരുമാതിരിയാണ്. അങ്ങനെ ഇത് കഴിച്ച് നമ്മളെല്ലാം ബാത്റൂമിന്റെ ഫ്രണ്ടിൽ നമ്മൾ പാവിരിച്ച് കിടക്കാന്ന് പറയില്ലേ, അതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ദൈവമേ വയറ്റിൽ നിന്ന് ഇനി ഒന്നുമില്ല പോവാൻ, ആ വക പരുവായി ഞാൻ. അപ്പോഴത്തേക്ക് ഞാനങ്ങ് നമ്മളെല്ലാം അങ്ങ് വിശപ്പാണോ എനിക്കറിയില്ല, ഒന്നും കഴിക്കാനും പറ്റത്തില്ല, ആകെ മൊത്തത്തിലൊരു പരുവായിട്ട് കിടക്കുക. അങ്ങനെ പിറ്റേന്ന് രാവിലെ എൻ്റെ സർജറിയാണ്. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ഒരു വൈബ് കൊണ്ട് നമുക്ക് അങ്ങനെ ആ ടെൻഷനൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം എനിക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഞാൻ ഓൾറെഡി ഇത്ര അനുഭവിച്ചു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദന മാറി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി എന്നൊരു ഇതായിരുന്നു എനിക്ക്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്, ഇപ്പം വരും. അങ്ങനെ എനിക്കൊരു ക്യാനുലൊക്കെ ഇട്ടിട്ട് ഡ്രിപ്പൊക്കെ കുത്തിയിട്ട് തന്നു. എന്നിട്ട് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പം നമ്മൾ ആദ്യം പോകുമ്പോഴത്തേക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാണ് നമ്മളെ കിടത്തുന്നത്. അപ്പം അന്ന് ഭയങ്കര കൊറോണ ഭയങ്കരമായിട്ടിരിക്കുകയാണ്. അപ്പം അച്ഛനോടും അമ്മയോടും പറഞ്ഞു നിങ്ങളിങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല, റൂമിലിരുന്നാൽ മതി, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതുകൊണ്ട് റൂമിലായിരുന്നു. അങ്ങനെ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടു. അപ്പം ഞാൻ മൊത്തത്തിലൊരു ചിൽ മൂഡിലായിരുന്നു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എനിക്കിതെങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ ഇത് അനസ്തേഷ്യ ഉണ്ടല്ലോ, അപ്പം പിന്നെ വേദന അറിയത്തില്ല എന്നൊരു ഒരു ധാരണയായിരുന്നു എനിക്ക്. അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ചെന്ന് കിടന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്കങ്ങ് നാണക്കേട് വരുന്നതിൻ്റെ കാര്യം എന്താ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. ഒരു ഓപ്പറേഷൻ ഗൗൺ മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്, വേറൊന്നുമില്ല, ഒരു ഓപ്പറേഷൻ ഗൗൺ മാത്രമാണ് ഇട്ടേക്കുന്നത്. അപ്പം ചുറ്റും കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് മെൻ, അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള നേഴ്സുമാരും ഉണ്ട്. എനിക്കങ്ങ് നാണക്കേട് വരുക. എന്തുവാ ഇവര് കത്തീറ്റർ ഇടുന്നു. അപ്പം മൊത്തത്തില് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു പ്രൈവസി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ അത് ഈ ലേബർ വാർഡിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മളത് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം കത്തീറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിൻ പോകാനായിട്ട് ഒരു ട്യൂബ് ഇടും. അങ്ങനെ പിന്നെ നമ്മുടെ ECG, നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ECGയുടെ സാധനങ്ങൾ അവിടെ ഇവിടെ എല്ലാം കുറേ സാധനങ്ങൾ കൊണ്ട് കുത്തിവെച്ചു. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ കൊള്ളാനുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞ് കിടക്കണം. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഓക്കെ ഗായത്രി, അതുപോലെ ഒരു ഗുളികയുടെ ഹാഫ് തന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കുമ്പോൾ ഉറക്കം വരും, അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞു. ഞാനിത് ഓക്കെ കൂൾ ഞാൻ കഴിച്ചിട്ട് കുറേ നേരമായിട്ട് എനിക്ക് ഉറക്കം വരും, ഇത് ഏൽക്കുന്നില്ല, ഇതെന്താ എനിക്ക് ഏൽക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എനിക്ക് മയക്കമൊന്നും വരുന്നില്ലായിരുന്നു കേട്ടോ.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അശ്വിൻ ഡോക്ടർ വന്ന് വയറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഓപ്പറേഷന് കൊണ്ടുപോകാൻ പോവാണ്. അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് ടെൻഷനല്ല, ഒരു തരം എന്താ പറയാ, ഒരു കൗതുകമായിരുന്നു കേട്ടോ എനിക്ക്, അതായിരുന്നു സത്യം. അങ്ങനെ എന്നെ ഈ ഒരു ബെഡിൽ നിന്ന് വേറൊരു നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്ന ഈ നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്തൊരു ബെഡുണ്ട്. അപ്പൊ ആ ബെഡിനകത്തോട്ട് എന്നെ കയറ്റി കിടത്തപ്പോ എപ്പോഴും ഞാൻ പറയട്ടെ, നമ്മളൊന്നും ഇട്ടിട്ടില്ല, നമ്മുടെ തെറ്റി ആകെ ഈ ഹോസ്പിറ്റൽ ഗൗൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുത്ത് എന്നെ അതിനകത്തോട്ട് കിടത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കണ്ട, നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാനായിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ദേഹം ഫുള്ള് വയറാ, തല തൊട്ട് കാല് വരെ ഇങ്ങനെ വയറുകൾ കിടക്കുക, കുറെ സാധനങ്ങൾ ചുറ്റിക്കെട്ടി അവിടുന്ന് കുത്തി, ഇവിടെ ഒരു ക്യാനലുണ്ട്, ഇവിടെ വേറെന്തോ കുറെ സാധനങ്ങളുണ്ട്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററുണ്ട്. അപ്പം ഞാൻ അതുവരെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആകെ എന്താ പറയുക, നമ്മൾ ഈ വിസ്മയത്തുമ്പത്തിനകത്തെ എന്താ പറയുക, വിസ്മയത്തുമ്പത്തിനകത്തെ നയൻതാര കിടന്ന അതേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് ഭയങ്കര ഒരു എന്താ പറയുക, അതുപോലൊക്കെ തന്നെ ഉള്ളൊരു ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഞാൻ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത്. അപ്പം ഇങ്ങനെ വലിയ ആവി അതൊക്കെയുള്ള സാധനങ്ങൾ എല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. അപ്പം എനിക്കാണെങ്കിൽ തണുക്കും, കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഹോസ്പിറ്റൽ ഗൗൺ മാത്രമേ ഉള്ളൂ. അപ്പം സിസ്റ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കമ്പിളി ഇട്ട് തരാം, തണുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കമ്പിളിയൊക്കെ എടുത്ത് എനിക്ക് കാലിലിട്ടു. അപ്പം എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി ആ സിസ്റ്ററിൻ്റെ അടുത്ത്. അപ്പം ആ സിസ്റ്ററിനെ അങ്ങനെ തോന്നി. അങ്ങനെ അവിടെ കിടന്ന് അപ്പം സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ എല്ലാം പറഞ്ഞല്ലോ, കുറേ സാധനങ്ങൾ നമ്മുടെ ദേഹത്തൊക്കെ വെക്കും. അങ്ങനെ ഇരുന്നപ്പോൾ അനസ്തേഷ്യ ഡോക്ടർ വന്നു. അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഓക്കെ എല്ലാം ടെസ്റ്റൊക്കെ നോക്കി, ഒന്നും കൂടെ നോക്കി, ഗായത്രി അനസ്തേഷ്യ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഓക്കെ എന്താ പറയുക, ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചരിഞ്ഞ് കിടന്നു. അപ്പം എൻ്റെ കയ്യിൽ ക്യാനൽ വഴിയാണ് അനസ്തേഷ്യ എടുക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയി അരയ്ക്ക് താപ്പോട്ടുള്ളത് മാത്രമാണ് നമുക്ക് ഈ സ്പൈനൽ കോഡിന് എന്തോ എടുക്കുന്നത്. ഇത് നമുക്ക് കയ്യിൽ, എനിക്ക് മൊത്തത്തിൽ നമ്മൾ മയങ്ങിപ്പോവും. അങ്ങനെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇഞ്ചക്ഷൻ കയറിയതും ഇപ്പം നമ്മുടെ ഈ കണ്ണ് നമുക്ക് ഇങ്ങനെ അടയുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ ഉറങ്ങുമ്പോൾ. ജസ്റ്റ് ഇങ്ങനെ എന്നിട്ട് കയറിയത് ഞാനിങ്ങനെ ഏതോ ഒരു മായാലോകത്ത് ഞാൻ ടക്ക്, പിന്നെ എനിക്ക് മറ്റേ ഫ്ലാഷ് ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ബ്ലാക്ക് ഔട്ട് ആവുക എന്ന് പറയുന്നതിലൂട്ട് പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നു, ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ, എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞാൻ എഴുന്നേക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് അടുത്ത് നിന്നൊക്കെ കുറേ സൗണ്ട്, ബീപ്പ് 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 എന്നൊക്കെ പറഞ്ഞ് കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ദേഹത്തൊക്കെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നേ, ഞാൻ ഓപ്പറേഷന് വേണ്ടി വന്ന സമയത്ത് ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടന്ന് എനിക്കൊരു അര ഗുളിക തന്നില്ലേ, അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ വയറ്റിലോട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഒന്ന് അനങ്ങി, ജസ്റ്റ് എന്തോ ഒരു ഇതായിട്ട് ഞാൻ അനങ്ങിയപ്പം എൻ്റെ വയറ് വേദനിച്ചു. ഒരു ഒന്നൊന്നര വേദനയായിരുന്നത്. ആ ഒരു വേദനയിൽ എനിക്ക് മനസ്സിലായി ഓക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായെന്ന് പറയും, നമ്മുടെ വായിലൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ട്യൂബ് ഇടും. അപ്പം ട്യൂബ് ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ എയർ പാസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അതെല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് സൗണ്ട് വരില്ല നമുക്ക്. അപ്പം ഞാനിങ്ങനെ ഇതൊക്കെയാ എൻ്റെ സൗണ്ട്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഈ കിടന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചപ്പം ഒരു സിസ്റ്റർ പെട്ടെന്ന് ഓടി വന്നു, ഞാൻ കിടന്ന് കാണിക്കുന്ന കണ്ടിട്ട്. അപ്പം എൻ്റെ അടുത്ത് എന്തോ പറ്റി, ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം എന്നാണ്. അങ്ങനെ എനിക്കൊരു ഗ്ലാസ് കോഫി കൊണ്ടു തന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് തരുന്നത് അതാണ് കേട്ടോ. അപ്പം ഇല്ല, സഹാറ മരുഭൂമിയിൽ വെള്ളം വീഴുന്നതിൻ്റെ കൂട്ടാ ഞാനിങ്ങനെ കുടിച്ച്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല, കുടിച്ചപ്പോഴത്തേക്ക് വയറങ്ങ് വേദനിക്കും. കാരണം ഈ സ്റ്റിച്ചെല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ആവുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം സിസ്റ്റർ പറഞ്ഞു അങ്ങനെ എഴുന്നേറ്റിരിക്കാൻ പറ്റത്തില്ല, ബെഡ് ഇതാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ബെഡ് ഇതാക്കി തന്നപ്പോഴത്തേക്ക് എന്തോ വീണ്ടും വയറ് വേനിക്കും. അപ്പം ഞാൻ തിരിച്ചാക്ക് അങ്ങനെ വീണ്ടും കിടന്നു. ദൈവമേ, അങ്ങനെ എത്ര നേരം അവിടെ കിടന്നെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇപ്പോഴും അനസ്തേഷ്യ ഇതിലാണ്. കാരണം നമ്മൾ സ്വബോധമാണോന്ന് ചോദിച്ചാൽ ഓക്കെ നടക്കുന്നതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ ഒരു ബോധമില്ലായ്മ പോലെയാണ്. കാരണം നമ്മളെപ്പോഴും സ്റ്റിൽ മയക്കത്തിലാണല്ലോ. അപ്പം പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നമുക്ക് ഡ്രസ്സ് മാറാം എന്ന് പറയും. അപ്പം എനിക്ക് തിരിയാനും വയ്യ, അനങ്ങാനും വയ്യ, ഒന്നിനും വയ്യ. അങ്ങനെ ഈ സിസ്റ്ററും വേറൊരു സിസ്റ്ററും കൂടെ വന്ന് എന്നെ താങ്ങി എടുത്ത് ബെഡിൽ എങ്ങനെയൊക്കെയോ ഇരുത്തി
എൻ്റെ ഈ ഹോസ്പിറ്റൽ ഗൗൺ മാറ്റാൻ വേണ്ടി ഊരി. അപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റൽ ഗൗണിലോട്ട് നോക്കുന്നത്. അപ്പം അതിനകത്ത് ഇങ്ങനെ ബ്ലഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റൽ ഗൗണൊക്കെ ഊരി എനിക്ക് ഉടുപ്പൊക്കെ ഇട്ട് തന്നെ എന്നെ അതുപോലെ പിടിച്ച് കിടത്തി. ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ആ സിസ്റ്ററിനെ മറക്കില്ല കേട്ടോ. കാരണം നമ്മളതിൽ സ്വന്തം മക്കളുമാരെ കൂട്ടി നോക്കുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിസ്റ്ററായിരുന്നു ആ സിസ്റ്റർ. എനിക്ക് സിസ്റ്ററിൻ്റെ പേരോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ലല്ലോ. എനിക്കിങ്ങനെ അങ്ങ് മൊത്തത്തിൽ വയ്യ വെച്ചാൽ ലാപ്രോസ്കോപ്പിക്ക് വേദന ഇല്ല, മറ്റേതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി വേദന കുറവായിരിക്കും, പക്ഷെ അതിന് വേദനയേ ഇല്ല എന്ന് പറയരുത്. അതിന് വേദന ഉണ്ട്, കാരണം നല്ല വേദനയുണ്ട്. നല്ല എന്ന് പറയുന്നത് ഞാനങ്ങ് ആകെ ബുദ്ധിമുട്ടോ വേദന ഉണ്ട്. അങ്ങനെ വേദന ഒട്ടും കുറയാത്തതുകൊണ്ട് എനിക്ക് ഒരു പെയിൻ കില്ലറും കൂടെ തന്നു. അപ്പം ഒരുവിധം ഓക്കെ ആയി. അപ്പം എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, കാരണം കൊറോണ അത്രയും കൂടി കിടക്കും. അപ്പം ഇത്രയും പേരെയും കൂടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ കിടക്കുന്നത് തന്നെ റിസ്ക്കാണ്. അപ്പം എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങനെ എടുത്ത് വേറൊരു ബെഡിലോട്ട് കിടത്താൻ തുടങ്ങിയപ്പം ഞാൻ കുറേ അങ്ങ് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ ആ ഛർദിലിൻ്റെ കളർ പോലും ഞാൻ മറക്കത്തില്ല. മഞ്ഞ കളർ വെള്ളം, കാരണം വയറ്റിൽ വേറൊന്നും ഇല്ല, ഈ IVയുടെ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഈ മഞ്ഞ കളർ വെള്ളം ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്റർ കംപ്ലീറ്റ് ഛർദ്ദിച്ച് നമ്മൾ ഛർദ്ദിക്കുന്നത് എങ്ങനെ, നമ്മൾ വയറ്റിലെ കംപ്ലീറ്റ് പ്രഷർ കൊടുത്തിട്ടല്ലേ നമ്മൾ ഛർദ്ദിക്കുന്നത്. അപ്പം വയറ്റിൽ ഇത്രയും സ്റ്റിച്ചുണ്ട്. അപ്പം ഞാൻ ഛർദ്ദിച്ചതിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ. എൻ്റെ ദൈവമേ, ഞാൻ ഇനി ഛർദ്ദിക്കില്ലേ എന്നാണ് ഞാൻ വേദന. കാരണം സ്റ്റിച്ചെല്ലാം കൂടെ അങ്ങ് വരിഞ്ഞ് മുറുകി എനിക്ക് വേദന കൊണ്ട് എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് ആകെ പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ അത്ര പെയിൻഫുൾ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ദൈവമേ ഇല്ല, നമ്മളിൽ വേദനയ്ക്ക് ഒരു പീക്ക് പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിൽ നമ്മൾ ഡസൻ കെയർ ഒരു അവസ്ഥയിലെത്തും. അപ്പൊ അപ്പോഴത്തേക്ക് ഇനി നമ്മൾ കരയാൻ പോലും നമുക്ക് പറ്റത്തില്ല, കാരണം അതിനും കരഞ്ഞാലും വേദനിക്കുമായിരുന്നു. അപ്പൊ മിണ്ടാതെ എങ്ങനെ ഇരിക്കുമോ, മരവിച്ചതിൻ്റെ കൂട്ടങ്ങ് ഇരിക്കും, അത്ര വേദന. അങ്ങനെ പിന്നെ അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ എങ്കിൽ പിന്നെ ഇപ്പോഴേ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ട, ഒന്നും കൂടെ ഒബ്സർവേഷനിൽ ഇടാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ബെഡിലോട്ട്, എന്നിട്ട് വീണ്ടും എനിക്ക് വൊമിറ്റിങ് മാറാനുള്ള മരുന്ന്, അതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പൊട്ടാസ്യം സോഡിയം ഒക്കെ കുറവാണ്, അതും കുത്തിയിട്ടു. ഇത് സ്റ്റെപ്പായിട്ട് കുത്തിയിട്ടു. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി. ഇത് ഏകദേശം വൈകിട്ട് എങ്ങാണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ ഒരു 12 മണി എങ്ങാണ്ടായപ്പോഴത്തേക്ക് എൻ്റെ സർജറി കഴിഞ്ഞു. ഞാൻ പിന്നെ കണ്ണു തുറക്കുന്നത് രാത്രി ഏകദേശം 9 മണിയായപ്പോഴാണ്. അത്രയും നേരം ഞാൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലായിരുന്നു. അവിടെ കിടന്നിട്ട് ദൈവമേ, ഞാൻ കണ്ണു തുറക്കുമ്പോൾ നേരെ ക്ലോക്കാണ് കാണുന്നത്, 9 മണി സംതിങ് ആയി. അപ്പം ഒന്നും വേണ്ടിയില്ല എന്നൊരവസ്ഥയായി, കാരണം വേദനയുണ്ട്, ഒന്നും വേണ്ടിയില്ല. അങ്ങനെ എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അമ്മ ഭയങ്കര കൺസേൺഡ് ആയിട്ട്, ഓൾറെഡി പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഇത്രയും നേരം കിടത്തി. അപ്പം അമ്മയ്ക്ക് അങ്ങ് ടെൻഷൻ, എന്ത് പറ്റി എന്നൊക്കെയുള്ളു. അങ്ങനെ റൂമിൽ കൊണ്ടുവന്നപ്പം അമ്മ ഇങ്ങനെ എൻ്റെ ഉടുപ്പ് പൊക്കി ഇങ്ങനെ നോക്കി. അമ്മ ഇങ്ങനെ വയറ് കാണാൻ വേണ്ടി നോക്കിയപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വയറ് കണ്ട് ഞാൻ തന്നെ ഞെട്ടി. കാരണം എൻ്റെ വയറിൻ്റെ ഒരു ഭാഗം തന്നെ അങ്ങ് താഴ്ന്നു പോയി, കാരണം അത്രയും ഭാഗം സിസ്റ്റ് ആയിരുന്നു. അപ്പം അമ്മ എൻ്റെ വയറ് കണ്ടിട്ട്, എൻ്റെ അമ്മയുടെ മുഖത്തുണ്ടായ ആ ഒരു ലുക്കുണ്ട്, അത് നമ്മുടെ ഫാമിലിക്ക് ആ ലുക്ക് വരുള്ളൂ കേട്ടോ, വേറെ ആർക്കും അത് തോന്നില്ല, നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാൾക്കും അത് തോന്നില്ല. അപ്പം എന്നുവെച്ചാൽ സ്റ്റിച്ച് ജസ്റ്റ് ഇങ്ങനെ തയ്ച്ചു വെച്ചേക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം അമ്മ ഇങ്ങനൊരു രീതിയിൽ അമ്മ എന്നെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ കുറച്ചിതാണ് എന്നെനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അമ്മ എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോളെ വേദന ഉണ്ടോയെന്ന് ചോദിച്ചപ്പം എനിക്ക് അമ്മയുടെ അടുത്ത് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല, കാരണം സൗണ്ട് വരുന്നില്ല. ഓൾറെഡി ട്യൂബൊക്കെ ഇട്ടിട്ട് എനിക്ക് സൗണ്ട് വരുന്നില്ല, സംസാരിക്കാനായിട്ട് സൗണ്ട് വരുന്നില്ല. അങ്ങനെ അപ്പം അമ്മയ്ക്കങ്ങ് വിഷമം വരുമോ ഞാൻ ഈ കിടന്ന് കാണിക്കുന്ന തത്തപ്പാടുകൾ കണ്ടിട്ട്. അങ്ങനെ റൂമിൽ വന്നപ്പോൾ ഒന്നും കഴിക്കാനൊന്നും പറ്റില്ല, കുറച്ച് വെള്ളം കുറച്ച് കഴുകിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ ആ വെള്ളത്തിന് ടേസ്റ്റ് തോന്നുന്ന ചില സമയങ്ങളുണ്ടല്ലോ, അതായിരുന്നു ആ സമയം. കാരണം അത്ര ടേസ്റ്റ് തോന്നി എനിക്ക് ആ വെള്ളത്തിന്. പക്ഷേ നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പം ഇവിടുന്ന് എന്തോ സാധനം താഴോട്ട്, കിടക്കുമ്പം ഇവിടുന്ന് എന്തോ സാധനം മണ്ടയിലോട്ട്, അങ്ങനെ വേദന കൊണ്ട് നമ്മൾ അങ്ങ് പൊളയോ. എനിക്കാണെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്ക് ബോധം കെട്ട് ഉറങ്ങിയാലും വേണ്ടിയില്ല, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ മിനിറ്റിന് പെയിൻ കില്ലർ തരുമോ, കാരണം വേദന കൊണ്ട് ഞാൻ കിടന്നങ്ങ് പൊളയോ. കാരണം ഒന്നാമത് എനിക്ക് പെയിൻ ടോളറൻസ് ഭയങ്കര കുറവാണ്, പിന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു പെയിൻ ഞാൻ അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഭയങ്കര നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ മനസ്സിലാക്കിയ ചില സത്യങ്ങളുണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലിയുടെ കൂട്ട് നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരും കാണില്ല. ഈവൻ ദോ അങ്ങനെ ഉണ്ടെങ്കിലും യു ആർ ലക്കി, അങ്ങനെ ഒരാൾ നിങ്ങൾക്കുണ്ടെങ്കിൽ.
എൻ്റെ കാര്യത്തിൽ അതില്ലായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ വിചാരിച്ച പലരും ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള രീതിയിലായിരുന്നു എന്നോട് പെരുമാറിയിരുന്നത്. അപ്പം അന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിൽ ഞാനത് അവരോട് പറഞ്ഞതൊന്നുമില്ല. പക്ഷേ അതെനിക്കൊന്ന് വിഷമമായായിരുന്നു. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ചേച്ചി വിളിച്ചിട്ട് ചേച്ചി ഫോൺ നിന്നിട്ട് എനിക്ക് സംസാരിക്കാൻ വയ്യ, സൗണ്ട് വന്നാലല്ലേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അപ്പൊ ചേച്ചിക്കൊന്നും കരച്ചിൽ വരും, ഞാൻ ഈ കിടന്ന് കാണിക്കുന്നതാണ്, ഞാൻ ഇതേ എൻ്റെ വായിന്ന് വരുന്നുള്ളൂ. അങ്ങനെ അപ്പൊ ഞാൻ KJKയുടെ കാര്യം പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും ഡോക്ടേഴ്സും നേഴ്സും നമ്മുടെ കൂടെ കാണും. ഇടയ്ക്ക് വന്ന് നമ്മളെ മോണിറ്റർ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വന്ന് നോക്കും, എല്ലാം ടെസ്റ്റ് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുത്ത് എല്ലാം ഓക്കെ ആണോ, ഇടയ്ക്കിടയ്ക്ക് BP ചെക്ക് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര കെയർ ആണ് കേട്ടോ ഹോസ്പിറ്റൽ. നമ്മൾ ആ കൊടുക്കുന്ന പൈസയ്ക്ക് അപ്പുറം ഉള്ള ഒരു കെയർ ആണ് അവർ നമുക്ക് തരുന്നത് കേട്ടോ. അത്രയ്ക്കൊരു എന്താ പറയുക, നമുക്കൊരു ഹോംലി ഫീലാണ് എപ്പോഴും അവിടെ ചെല്ലുമ്പോഴത്തേക്ക്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പൊട്ടാസ്യം ലെവൽ കുറച്ച് കുറവായിരുന്നു. അപ്പം വീണ്ടും പൊട്ടാസ്യം ഇങ്ങനെ കുത്തിയിട്ട് IV ആയിട്ട് തരും. അപ്പം എന്താ ഞാൻ പറയുക, അങ്ങനെ 2 ദിവസം എനിക്ക് പെയിൻ കുറയാത്തത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ ഡിസ്ചാർജ് ചെയ്തത്. അങ്ങനെ 2ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത് എന്നെ ഇവിടുന്ന് വീൽ ചെയറിലാണ് മണ്ടയിൽ കൊണ്ടുപോയത്. അപ്പം സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ മണ്ടയിൽ നിന്നപ്പം എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. മണ്ടയിൽ നിൽക്കുക, അവർ ഓൾറെഡി മുകളിൽ പോയി. അപ്പോൾ അച്ഛൻ എന്നെ സർജറി കഴിഞ്ഞിട്ട് അച്ഛൻ എന്നെ ആദ്യമായിട്ടാണ്. അപ്പം എൻ്റെ അച്ഛൻ്റെ മുഖത്തുണ്ടായ ഒരു ലുക്കുണ്ട് എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെ ഇളയാണാണല്ലോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് വിഷമം വരും. അച്ഛനാണ് എന്നെ വീൽ ചെയറിൽ നിന്ന് എടുത്തിട്ട് എന്നെ കാറിലോട്ട് ഇരുത്തുന്നത്. അപ്പം ആ ചില പോയിന്റുകളിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇളയ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇനി എത്ര വലുതായാലും എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിയാണ്. അത് ഞാനൊരു പോസിറ്റീവ് രീതിയിലാണ് കേട്ടോ പറയുന്നത്. അത് ഒരുപാട് നെഗറ്റീവ് സൈഡ് കാണാൻ പറ്റിൽ എൻ്റെ അച്ഛന് ഞാൻ എന്ത് വലുതായാലും ഞാൻ എൻ്റെ അച്ഛൻ്റെ കുട്ടിയാണ്. അപ്പം അച്ഛൻ്റെ മുഖം ഞാനിങ്ങനെ കണ്ട അച്ഛനിങ്ങനെ ഞാനിങ്ങനെ എനിക്ക് നടക്കാനും വയ്യ, മൊത്തത്തിൽ ഇങ്ങനെ അച്ഛനിങ്ങനെ എന്നെ എടുത്ത് എന്നെ കാറിനകത്തോട്ട് ഇരുത്തി. അപ്പം എൻ്റെ അച്ഛൻ എന്നെ ഒരു നോട്ടം നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അച്ഛന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചില പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കും എന്ന് വെച്ചാൽ നമുക്കിനി എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ പേരൻസ് നമ്മുടെ കൂടെ കാണത്തുള്ളൂ. പക്ഷെ അന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് അവരെക്കാട്ടിലൊക്കെ വലുതായിട്ട് ഞാൻ ആരെയൊക്കെയോ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇറ്റ് ഹാപ്പൻസ്, ആരുടെയും തെറ്റല്ലല്ലോ. അപ്പം നമ്മൾ ചില പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ പേരൻസ് ആണ് നമ്മുടെ കൂടെ എപ്പോഴും കാണാനുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് വയറിങ്ങനെ വീർത്ത് വരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നും, വേദന കൂടുന്നതായിട്ട് തോന്നും. അങ്ങനെ വീട്ടിൽ വന്നിട്ട് എന്നെ കുളിപ്പിക്കുന്നത്, എന്നെ വാഷ്റൂമിൽ കൊണ്ടുപോകുന്നത് എല്ലാം ചെയ്യുന്നത് എൻ്റെ ചേച്ചി അമ്മയായിരുന്നു കേട്ടോ. ചേച്ചിയായിരുന്നു മുറിവിൽ ഇങ്ങനെ മരുന്നൊക്കെ പുരട്ടി തരുന്നത്. കാരണം അമ്മയ്ക്ക് അത് ചെയ്യാനൊരു പേടിയും ബുദ്ധിമുട്ടും ഒക്കെ. കാരണം അമ്മയുടെ മോളല്ലേ ഞാൻ. അപ്പം അമ്മയ്ക്ക് അതിനകത്തൊരു എന്താ പറയുക, അമ്മയ്ക്കത് കാണുമ്പോൾ വിഷമം. അതിന് ചേച്ചിയായിരുന്നു അതൊക്കെ ചെയ്തു തരുന്നത്. ചേച്ചിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ചേച്ചി ചെയ്തു തരും. അപ്പം അങ്ങനെ ചേച്ചിയായിരുന്നു എന്നെ നോക്കുന്നതും കാര്യങ്ങൾ കുളിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ ഫുഡൊന്നും നമുക്ക് ഒരുപാട് കഴിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഡോക്ടർ നമ്മുടെ വയറ്റിൽ നിന്നെടുത്ത സിസ്റ്റും സാധനങ്ങളും ഒക്കെ അച്ഛനെയും അമ്മേനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ടെസ്റ്റിന് അയക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വേണ്ടി പോകണം. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ദൈവം സഹായിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനതാ പറഞ്ഞേ, എനിക്ക് ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് എൻ്റെ ഫാമിലിയും എൻ്റെ ദൈവവും എൻ്റെ കൂടെ കാണും. ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്. ഞാൻ അതിനകത്ത് ഇനി ആരെന്ത് പറഞ്ഞാലും ഞാനത് പുള്ളിക്കാരൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു തരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ എനിക്കൊരു പീസ് ഞാൻ ആ ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. അപ്പം ഞാനങ്ങനെ ജീവിതത്തിൽ തോറ്റു പോകും എന്ന് തോന്നിയിട്ടുള്ള നിമിഷം എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്തോ ഒരു എക്സ്റ്റേണൽ ഇതുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും കേട്ടോ ഒരാൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. കാരണം അതങ്ങനെയാണ്. പീരീഡ്സ് ആവുന്നതിന്റെ വേദന നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ കണ്ടാലും അത് മനസ്സിലാക്കണം എന്നില്ല. നമ്മൾ അത് അനുഭവിക്കുന്നവർക്കല്ലേ അത് അറിയുള്ളൂ. അപ്പം
ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു വർഷമായിരുന്നു 2020-2021 എന്നുള്ളത്. ഇപ്പം ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ലോട്ട് ഓഫ് പീപ്പിൾ അല്ലെ, എൻ്റെ ഒരു കുറേ ഫ്രണ്ട്സ് ഉൾപ്പെടെ എന്നോട് ചോദിച്ചു ലൈക്ക് ആർ യു ഓക്കെ, എൻ്റെ അടുത്ത് ഇത്രയും പേരൊരു കൺസേണിങ് ആയിട്ടില്ലെങ്കിൽ എന്നെ ഇത്ര ഒരു ഇഷ്ടപ്പെട്ടിരുന്നു, ആർ യു ഓക്കെ എന്നൊക്കെ ചോദിക്കുമ്പം ദാറ്റ് മീൻസ് എ ലോട്ട് ലൈക്ക് ബിക്കോസ് ഐ ആം മോർ ദാൻ ഗ്രേറ്റ്ഫുൾ. ഇത്രയും പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കരുതലോട് സംസാരിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് സോ ന്യൂ അല്ലേ, എനിക്കത് ഭയങ്കര പുതിയ കാര്യമാണ്. അപ്പം ഐ എം വെരി ഹാപ്പി. ഇത്രയും എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ, ഒരുപാട് പേര് ചോദിച്ചല്ലോ ഇതിൻ്റെ ബാക്കി എന്താണ് എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അപ്പം ഐ എം വെരി ഹാപ്പി. അപ്പം ദൈവം സഹായിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നു. എനിക്ക് സന്തോഷവതിയായിട്ട് പോകുന്നു, ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം ചോദിച്ചവർക്ക് എല്ലാവർക്കും താങ്ക്സ്. സോ യാ